Hi 10th. See, we were discussing about uh, exercise 13.2 and we have discussed first three questions from exercise 13.2 and the third question was Gulab Jam's question, and you may understood that question and you may understood that the question is little bit standard, so you have to practice that question again and again and please understand the method. അപ്പം അതിൽ നമ്മൾ കുറച്ച് എന്താ പറയുക കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് വളരെ അപൂർവം കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുള്ളൂ. അത് ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് അവർക്ക് ലൈവ് ഇട്ടിട്ട് പറഞ്ഞു കൊടുക്കും. അവർക്ക് മാത്രമായി ലൈവ് ക്ലാസ് ഇട്ടിട്ട് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് ലൈവ് ഇട്ടിട്ട് അത് പറഞ്ഞു തരാം. എനിക്ക് എൻ്റെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ ലൈവ് സെഷൻ ഇട്ടിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ചോദിച്ചേ പറ്റൂ. ഓക്കെ. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഇതിൻ്റെ കൂടെ. നമ്മൾ ത്രൂ ദിസ് വീഡിയോ സെഷൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് question number 4, question number 5, and if I can I will discuss question number 6 also. Anyway, we have to discuss much amount of questions through this video session, so I will not disturb you. And I understood one fact that when I conducted that extra class in the last Saturday, I understood a fact, because നിങ്ങൾ എല്ലാവരും എന്താ പറയുക, എനിക്ക് ഒരുപാട് താങ്ക്സ് നിങ്ങളോട് പറയാനുണ്ട്. അതിൽ ഒരു ശനിയാഴ്ച നിങ്ങൾക്ക് കിട്ടുന്നൊരു ശനിയാഴ്ചയാണ്, നിങ്ങൾക്ക് റിലാക്സേഷന് കിട്ടുന്ന ശനിയാഴ്ച. പക്ഷേ ആ ശനിയാഴ്ച ആണെങ്കിൽ കൂടെ നിങ്ങളോട് ഞാൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ലൈവ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾ വളരെ എന്താ പറയുക ക്ഷമയോടുകൂടി അത് കണ്ട് വീഡിയോ കണ്ട് നിങ്ങളുടെ ഒരു ശനിയാഴ്ച ആണെങ്കിൽ അത് യൂസ് ചെയ്ത് വീഡിയോ കണ്ട് എനിക്ക് നോട്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ ടൈമിൽ അയച്ചു തന്നു. താങ്ക് യു വെരി മച്ച്. കാരണം അത് ചില കുട്ടികൾ മാത്രമേ അങ്ങനത്തെ കുട്ടികളെ കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. എനിക്കതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. സീരിയസ് ആയിട്ട് പറയണം, അത് വെറുതെ നിങ്ങളെ പൊന്തിക്കാൻ വേണ്ടി പറയുന്നതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഓക്കെ, and thanks for that. And without wasting much time, let me discuss question number 4. And let me tell you one thing, I already mentioned that if you understood question number 3, the coming questions is going to very simple for you. So because I know the standard, I know the difficulty, I know the seriousness of the third question. Okay, and shall we discuss question number 4? Yes, come with me and see this question number 4. A pen stand made of wood is in the shape of a cuboid with 4 conical depression to hold pens. Okay, once again, a pen stand. We are going to discuss about pen stand made of wood. പെന്ന് വെക്കാനുള്ള സ്റ്റാൻഡ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്? വുഡ് കൊണ്ട്, മരം കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് പെൻ സ്റ്റാൻഡ്. അപ്പം അത് ഏത് ഷേപ്പിലുള്ള? ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ്. അപ്പം അതൊരു സോളിഡ് ക്യൂബോയിഡാണ് അല്ലേ, വുഡ് കൊണ്ട് ഉണ്ടാക്കിയൊരു ക്യൂബോയിഡ്. ആ ക്യൂബോയിഡ് നിങ്ങൾ മനസ്സിൽ കണ്ടെത്തുക. ഒരു ക്യൂബോയിഡിൻ്റെ മേലെ നമുക്ക് പേന നിർത്താൻ പറ്റുമോ? ഇല്ല. അത് പേന വെക്കണമെങ്കിൽ അതിന് എന്ത് വേണം? ഒരു കോണിക്കൽ ഡിപ്രഷൻ വേണം, ഒരു കോണാകൃതിയിലുള്ള കുഴി. കാരണം പേന നിർത്തണം. നിങ്ങൾക്കറിയാം, ഇപ്പം ഈ ഒരു പേന നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ഒരു പേന എനിക്ക് ഇവിടെ ഇങ്ങനെ നിർത്താൻ പറ്റുമോ? ഇല്ല. ഈ പേന ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു കോണാണ്. കാരണം ഈ പേനയുടെ അറ്റ ഏത് ആകൃതിയിലാണ്? ഈ പേനയുടെ ഈ ഒരു എഡ്ജ് നിങ്ങൾ നോക്കിയാൽ ഏത് ആകൃതിയിലാണ്? ഓൾമോസ്റ്റ് ലൈക്ക് കോണോ. അപ്പോൾ കോണാകൃതിയിലുള്ളൊരു ഡിപ്രഷൻ വേണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇത് നോക്കുക, ഏകദേശം ഇതൊരു കോണിൻ്റെ 2 എൻഡ് ആണെങ്കിലും ഏകദേശം ഒരു കോണിക്കൽ ഷേപ്പാണ് ഓൾമോസ്റ്റ് വരുന്നത്. അപ്പം പേന നിർത്തണമെങ്കിൽ ആ കോണാകൃതിയിലുള്ള ഒരു ഡിപ്രഷൻ, ഒരു കുഴി വേണം. അപ്പോൾ അതിലോട്ട് എനിക്ക് പേന ഇങ്ങനെ ഇറക്കി വെക്കാം, നിങ്ങൾ നിവർത്തി വെക്കാം. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സ്റ്റാൻഡിനെ പറ്റിയാണ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ സംസാരിക്കുന്നത്. എ പെൻ സ്റ്റാൻഡ്, നൗ യു ക്യാൻ റീഡ് ദ ക്വസ്റ്റ്യൻ, യു വിൽ ഗെറ്റ് അണ്ടർസ്റ്റുഡ്. എ പെൻ സ്റ്റാൻഡ് മെയ്ഡ് ഓഫ് വുഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ cuboid with 4 conical depressions to hold pens. Okay, the dimension of the cuboid are 15 cm by 10 cm by 3.5 cm. It means that dimensions of the cuboid are 15 cm by 10 cm by 3.5 cm, stands for like length by breadth by height. So this is what is length, this is what is breadth, and this is what is height. ഇങ്ങനെ ഈ ഒരു മോഡലിലും നിങ്ങൾക്ക് ഡയമെൻഷൻസ് തരാം. അപ്പോൾ ഒരു ക്യൂബോയിഡിൻ്റെ 15 by 10 by 3.5 എന്ന് പറഞ്ഞാൽ 15 cm stands for length, 10 cm stands for breadth, and 3.5 stands for height. The radius of each of the depression, പിന്നെ നമ്മൾ ആ ക്യൂബോയിഡിൻ്റെ ഒരു വരുന്ന കോണിക്കൽ ഡിപ്രഷൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. അതിൻ്റെ റേഡിയസ് എന്തായാലും കോണിക്കൽ ഡിപ്രഷന് കോണിൻ്റെ ബേസ് സർക്കിൾ ആയതുകൊണ്ട് എന്തായാലും റേഡിയസ് ഉണ്ടാവും. ദാറ്റ് റേഡിയസ് ഇസ് ഗിവൺ ആസ് വാട്ട് 0.5 cm and the depth of the conical depression is given as what 1.4 cm. Find the volume of wood in the entire stand. Find the volume of the wood in the entire stand. Let me explain the question by drawing a figure.
You may think that this question is going to be difficult, but this question is very simple. Only few sentences are there in the question. We have to understand the question. We have to draw a figure. That is only one task in front of us. The remaining we are going to, you will get understood. The remaining portion is very simple to solve out. So let me draw a figure and explain. So here the question is discussing about a pen stand. So it is made up of wood. അപ്പോൾ ഒരു പെൻ സ്റ്റാൻഡ് വുഡാണ്. അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ക്യൂബോയിഡ് ആകൃതിയിലുള്ള ഒരു ഷേപ്പ് ഞാൻ വരയ്ക്കുന്നതാ. ഒരു ക്യൂബോയിഡ് ആകൃതിയിലുള്ള ഒരു പെൻ സ്റ്റാൻഡാണ് ഇതാ. ഇങ്ങനെ ക്യൂബോയിഡ് ആകൃതിയിലുള്ള പെൻ സ്റ്റാൻഡാണ്. ഓക്കെ. ഈ പെൻ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഭാഗത്താണ് എനിക്ക് പേന ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണ്, 4 കോണിക്കൽ ഡിപ്രഷൻസ് ടു ഹോൾഡ് പെൻസ് ഉണ്ടാക്കണം. ഈ ക്യൂബോയിഡിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? 15 cm by 10 cm by 3.5 cm. That means length is, what is length? Length is given as 15 cm and breadth is given as 10 cm. You have to make sure all the units are same or not. Here no problem, all the units are in centimeter. So 15 cm, 10 cm, and what is height? Height is 3.5 cm. 3.5 cm ആണ് ഈ ക്യൂബോയിഡിൻ്റെ ഹൈറ്റ്. ഇനി ഈ ക്യൂബോയിഡിൻ്റെ മുകളിൽ എനിക്ക് പേന ഹോൾഡ് ചെയ്യണം. പേന ഹോൾഡ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഈ ക്യൂബോയിഡിൻ്റെ മുകളിൽ എനിക്ക് ചെറിയ കോണാകൃതിയിലുള്ള കുഴി ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കും? നിങ്ങൾ ചെറിയൊരു കത്തിയെടുത്ത് നിങ്ങൾ എടുക്കേണ്ട, അങ്ങനെയാണ് നിങ്ങൾക്ക് പെൻ സ്റ്റാൻഡ് ഉള്ളത്. പെൻ സ്റ്റാൻഡിൻ്റെ രൂപമാണ് പറയുന്നത്. എങ്ങനെ? പെൻ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കോണാകൃതിയിലുള്ള കുഴി. അപ്പോൾ കുഴി എനിക്ക് താഴോട്ട് വരയ്ക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡോട്ടർ ലൈൻസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ നോക്കുമ്പോൾ ഈ കുഴിയെ കാണുള്ളൂ, പക്ഷേ കുഴിയുടെ മുകളിൽ നിന്ന് നിങ്ങൾ ആ കുഴീൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ അത് കോണാകൃതിയിലായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എത്ര കോണാകൃതിയിലുള്ള കുഴികളുണ്ട്? 4 ആകൃതിയിലുണ്ട്. എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഡോട്ടഡ് ലൈൻസിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ക്യൂബോയിഡ് ആകൃതിയിലുള്ള ഒരു സിസ്റ്റമാണിത്. അതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ പേന ഇറക്കി വെക്കണം. പേന ഇറക്കി വെക്കണമെങ്കിൽ 4 കോണാകൃതിയിലുള്ള കുഴികളുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഈ ഓരോ കോണാകൃതിയിലുള്ള കുഴികളുടെയും ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ദ റേഡിയസ് ഓഫ് ഈച്ച് ഓഫ് ദ ഡിപ്രഷൻ, ദ റേഡിയസ് ഓഫ് ഈച്ച് ഓഫ് ദ കോണിക്കൽ ഡിപ്രഷൻ ഈസ് 0.5 cm. Its radius is given. So where I can mark the radius? You know, we know that it is very clear that the base of the cone is a circle, no? So there I can mark the radius, no? So this is what is radius. Let me mark it as R. Okay, radius is given as what? 0.5 cm. Radius is given as 0.5 cm. And the depth, what do you mean by depth? Depth of the conical depression. So this is what is depth. So let me mark it as small letter h. That small letter h is given as what? 1.4 cm. By luck, all the units are in centimeter, no problem in that. Okay, so that conical depression's radius and height is given separately. Okay, and find the volume of the wood in the entire stand. That is the question. So let me come to the point. So in order to solve out, first of all, you are supposed to write all the given things. So which all are the things which are given in the question? Given that. So you can write what? Given that length, breadth and height of the cuboid are 15 cm, 10 cm and 3.5 cm respectively, and the radius and height of the conical depression are 0.5 cm and 1.4 cm respectively. All the things you have to mention, and let me come to the solution. What we have to calculate here? We have to calculate the what? Tell me. Volume of wood in the stand. ഈ സ്റ്റാൻഡിലുള്ള ഇതിനെ നമ്മളൊരു പെൻ സ്റ്റാൻഡ് എന്നാണ് പറയുന്നത്. ഈ പെൻ സ്റ്റാൻഡിൽ എത്രമാത്രം വുഡ് ഉണ്ട്, അതിന് വോളിയം ഓഫ് വുഡ് എന്ന് ഇവിടെ ചോദിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് ഓഫ് വുഡ് എന്ന് ചോദിക്കാം. പക്ഷേ എമൗണ്ട് ഓഫ് വുഡ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? വുഡിൻ്റെ അളവ്, അത് വോളിയമാണ് അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ എത്ര വുഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വോളിയം എന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ചില ക്വസ്റ്റ്യനിൽ എമൗണ്ട് ഓഫ് വുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഏത് കോൺസെപ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്? വോളിയം തന്നെയാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പെൻ സ്റ്റാൻഡിൽ എത്ര വുഡ് ഉണ്ടാവും അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പെൻ സ്റ്റാൻഡിൽ എവിടെയൊക്കെയാണ് വുഡ് ഉള്ളതെന്ന് നിങ്ങൾ അറിയണം. എവിടെയൊക്കെ വുഡ് ഉണ്ടാവുക? ഈ പെൻ സ്റ്റാൻഡിൽ മൊത്തം വുഡ് ഉണ്ട്. എവിടെ ഒഴിച്ച്? ഈ കോണിക്കൽ ഡിപ്രഷൻ, ഈ കോണാകൃതിയിലുള്ള കുഴീൻ്റെ പോർഷൻ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ഭാഗത്തും വുഡിൻ്റെ കണ്ടൻ്റ് ഉണ്ട് അല്ലേ? വുഡിൻ്റെ കണ്ടൻറ്റ് എവിടെയാണ് ഇല്ലാത്തത്? ഈ കോണാകൃതിയിലുള്ള കുഴിയിൽ വുഡുണ്ടോ? ഇല്ല. ആ കോണാകൃതിയിലുള്ള കുഴിയിൽ നമ്മൾ അവിടെയുള്ള വുഡ് നമ്മൾ ആ വുഡിൻ്റെ കണ്ടൻറ്റ് നമ്മൾ എടുത്ത് പുറത്തോട്ട് കളഞ്ഞിട്ടാണ് ആ കുഴി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ആ കുഴിയിൽ വുഡ് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ റിക്വയർഡ് വോളിയം ഓഫ് ദ വുഡ് ഇൻ ദ സ്റ്റാൻഡ് എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ? എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? വോളിയം ഓഫ് ദ ക്യൂബോയിഡ് കണ്ടുപിടിക്കുക. വോളിയം ഓഫ് ദ ക്യൂബോയിഡ് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ക്യൂബോയിഡ് മൊത്തം വുഡ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിന് എന്ത് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും? ഈ വോളിയം ഓഫ് ദ കോൺ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Once again, let me explain. I supposed to calculate the volume of wood in this stand. How I can calculate the volume of wood in the stand? I understood that this material, this stand consists of wood everywhere except this portion, where except this conical depression. ഈ കോണിക്കൽ ഡിപ്രഷനിൽ വുഡ് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇതിൽ എത്ര മാത്രം വുഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം എന്ത് ചെയ്യുക? വോളിയം ഓഫ് ക്യൂബോയിഡ് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വേണം, വോളിയം ഓഫ് ക്യൂബോയിഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ക്യൂബോയിഡ് മൊത്തം വുഡ് ഉണ്ടെന്നുള്ള രീതിയിലാണ് വരിക. ഇല്ല. ഈ ക്യൂബോയിഡ് മൊത്തം വുഡ് ഉണ്ടോ? ഇല്ല. എവിടെ വുഡില്ല? ഈ കോണിക്കൽ ഡിപ്രഷനിൽ വുഡിൻ്റെ മെറ്റീരിയൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ക്യൂബോയിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. പക്ഷേ അതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഈ 4 കോണിക്കൽ ഡിപ്രഷൻ്റെയും വോളിയം സബ്ട്രാക്ട് ചെയ്യണം. വോളിയം ഓഫ് ക്യൂബോയിഡ് മൈനസ് വോളിയം ഓഫ് ദിസ് കോണിക്കൽ ഡിപ്രഷൻ വിൽ ഗീവ് യു ദ എമൗണ്ട് ഓഫ് വുഡ് ഇൻസൈഡ് ഇറ്റ്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നു മനസ്സിലാവാത്ത കുട്ടികൾക്ക്. ഈ ക്യൂബോയിഡ്, ഈ സ്റ്റാൻഡിൽ എവിടെയൊക്കെ വുഡ് ഉണ്ട്, എല്ലായിടത്തും വുഡ് ഉണ്ട്, ഈ കോണിക്കൽ ഡിപ്രഷൻ്റെ ഉള്ളിൽ ഒഴിച്ച്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ സ്റ്റാൻഡിൻ്റെ മൊത്തം, അതായത് ക്യൂബോയിഡിൻ്റെ മൊത്തം വോളിയം കണ്ടുപിടിക്കുക. പക്ഷേ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? എവിടെയാണ് വുഡ് ഇല്ലാത്തത്? ഈ കോണിക്കൽ ഡിപ്രഷന് വുഡില്ല, അതങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കളി. അപ്പോൾ കിട്ടിയില്ല ഉത്തരം. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ക്യൂബോയിഡിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഒരു ഹെമിസ്ഫിയർ, ഈ ഹെമിസ്ഫിയർ ഇങ്ങനെ വെച്ചു. അപ്പം എവിടെയൊക്കെ പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ ഹെമിസ്ഫിയറിൻ്റെ ബേസിൻ്റെ സർഫസ് ഏരിയ സബ്ട്രാക്ട് ചെയ്തു. കാരണം എന്താ? ആ ഭാഗത്ത് നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അതുപോലൊക്കെ തന്നെയാണ് ഇവിടെയും. മൊത്തം വോളിയത്തിൽ നിന്ന് എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ കണ്ടൻറ്റ് ഇല്ലാത്ത ഭാഗത്തെ വോളിയം അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇവിടെ വോളിയം ഇല്ല, അവിടെ വുഡില്ല, അതങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞു. സോ വോളിയം ഓഫ് ദ വുഡിൻ്റെ എൻ്റെ സ്റ്റാൻഡ് എങ്ങനെ കണ്ടുപിടിക്കും? വോളിയം ഓഫ് ക്യൂബോയിഡ് മൈനസ് വോളിയം ഓഫ് 4 കോൺസ് അല്ലേ? Volume of cuboid minus volume of 4 cones. You are not supposed to write like this. You have to write in sentence, volume of the cuboid minus volume of 4 cones will give you the volume of wood in the stand. Okay, so why we are subtracting this one? Because in this portion there is no wood. That's why we are subtracting from total volume of the cuboid. Okay, so volume of the cuboid, how you can calculate? Very simple. The formula is L into B into H. And how you can calculate the volume of 4 cones? Just calculate the volume of 1 cone and multiply with 4. Enough. Why? Because all the conical depressions are in same size. Just calculate the volume of 1 cone and multiply with 4. So can I write it as 4 into volume of 1 cone? Yes, it is enough. So it becomes L into B into H minus 4 into, how we can calculate the volume of 1 cone? Tell me the formula. 1 by 3 pi r square H. You understood, no? Yes. See, tell me how I can substitute the values. 15 into 10 into 3.5 minus, so 4 into, this 4 stands for, because 4 cones are there, and this it stands for volume of 1 cone. Okay, you may understood. So 4 into 1, 4 by 3. 4 into 1, 4, then by 3, then pi as it is, you can write, then r square. R is nothing but the radius of the conical portion, that is nothing but 0.5. So let me write it as 0.5 square, then into H. H is the height of the, one thing is there. Here you are supposed to use H1 and here you are supposed to use H2. Why? Because this H stands for height of the cuboid and this H stands for height of the cone, no? So adu rendu kuda confusion avum. H then edikkan. So you have to separate it as H1 and H2, don't forget. So let me write it as H1 and here you are supposed to write H2. You may understood, no? I think it is very clear. Then no confusion, H2 stands for the height of the cone. So that is nothing but 1.4. You may understood. And only the remaining thing is to solve out. So in board exam, if you are facing this kind of a question, what you have to do is write this much, and if you have time enough with you, you just complete this one. Otherwise, leave some space and attend the remaining question, and all after, when you get time, conclude it by solving. Okay, why? Because ഇത് സോൾവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി ഇത്രയും കിട്ടിയല്ലോ, ഇതിപ്പോൾ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്, ഇപ്പോൾ 3 മാർക്കിന് വരെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി 1 മാർക്കിൻ്റെയാണ് ഇനി കൺക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 2.5 മാർക്ക്, 3 മാർക്ക് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുക. ബാക്കി കൺക്ലൂഷൻ എന്ത് ചെയ്യുക? അവസാനം ചെയ്യുക. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്യാം. ഓക്കെ, ഹൗ വി ക്യാൻ സോൾവ് ഔട്ട്? യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ വൺസ് അഗെയിൻ, because I already explained thrice each steps, and in that way we have reached this much now, and only the remaining task is to solve out, and we have to solve the remaining portion. You may understood this much now. And see, in order to solve this kind of question, ഇതിലിപ്പോൾ പിള്ളേർക്ക് കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ക്യാൻസൽ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് 2 രീതിയിൽ ഞാനത് പറഞ്ഞുതരാം.
എന്നെ കൊണ്ട് കഴിയാവുന്ന രണ്ട് രീതിയിൽ. പിന്നെ നിങ്ങൾക്കായിട്ട് ഇവിടം വരെയാണ് എൻ്റെ റോളുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇവിടം വരെയാണ് എൻ്റെ റോളുള്ളൂ. ഇനി ബാക്കിയുള്ളത് നിങ്ങളുടെ ഫ്രീഡമാണ് ഇത് എങ്ങനെ സോൾവ് ചെയ്ത് എടുക്കണമെന്ന്. ഇപ്പോൾ ഒരു മെത്തേഡ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഈ 3.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് എങ്ങനെയാണ് ഒരു നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? എവിടെയാണോ പോയിന്റ് ഒരു സാധനം റൈറ്റിലോട്ട് പോകും. അപ്പോൾ 3.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 35 ആവും. ഇവിടെ നിന്നുള്ള പോയിന്റ് ഇങ്ങോട്ട് പോകും. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഒരു സാധനം റൈറ്റിലോട്ടാണ് പോവുക. അപ്പോൾ 35. ബാക്കി എത്രയുണ്ട്? 35 × 15 ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ 35 × 15 minus 4/3 into, and in the you can substitute the value of pi as 22/7. Okay, it's 22/7 you can substitute. And 0.5 square, what is 5 square? 5 square is 25. No? So 0.5 square will be 0.25. Then 1.4 can I write 14/10? Yes, അങ്ങനെ എഴുതി. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി സാർ? എന്തിനാണ് ഇവിടെ സാർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ സാർ എന്തിനാണ് ഇങ്ങനെ എഴുതിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ 7ഉം 14ഉം ക്യാൻസൽ ചെയ്യാം എന്നുള്ളൊരു ഒരു ഐഡിയയിൽ നിന്നാണ് അത് ചെയ്യുന്നത്. ഓക്കെ, യു മേ അണ്ടർസ്റ്റുഡ് നോ. ദെൻ നമുക്ക് ഈ 2ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 5 ആക്കാം. ഓക്കെ, ഇത്രയാണ് തൽക്കാലം ക്യാൻസലേഷൻ നടക്കുകയുള്ളൂ. യെസ്, പിന്നെ 5ഉം 0.25 കൂടെ ക്യാൻസൽ ആക്കാം. 5ഉം 25 കൂടെ ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? ഇവിടെ 5 വരും. അപ്പോൾ 5ഉം 0.25 കൂടെ ക്യാൻസൽ ചെയ്താൽ എന്താണ് വരിക? ഈ 5ഉം 0.25 കൂടെ അല്ല ഞാൻ പറഞ്ഞത്. 5ഉം 25 കൂടെ ക്യാൻസൽ ചെയ്താൽ 5 വരിക. അപ്പോൾ 5ഉം 0.25 കൂടെ ക്യാൻസൽ ചെയ്താൽ എന്ത്? ഇവിടെ 2 ഡെസിമൽ പോയിൻ്റ് ഉണ്ടല്ലേ. 5ഉം 25 കൂടെ ക്യാൻസൽ ചെയ്താൽ 5 വരിക. അപ്പോൾ 5ഉം 0.25 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 2 ഡെസിമൽ പോയിൻ്റ് ഉണ്ട്. അപ്പം 2 ഡെസിമൽ പോയിൻ്റ് ഇവിടെ വരുത്തണം. അപ്പോൾ ഒരു 0 ഇട്ടിട്ട് പോയിൻ്റ് ഇടുക. അപ്പോഴല്ലേ 2 ഡെസിമൽ പോയിൻ്റ് വരുള്ളൂ. കാരണം 5ഉം 25ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 5. ശരിക്കും നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നത് 5ഉം 0.25 ആണ്. അപ്പോൾ 5 ഇട്ടിട്ട് ഇവിടുത്തെ 2 ഡെസിമൽ പോയിൻ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ എങ്ങനെ? ഇവിടെ ഒരു 0 ഇട്ട് കഴിഞ്ഞാലാണ് 2 ഡെസിമൽ പോയിൻ്റ് വരുള്ളൂ, 0.05. യു മേ അണ്ടർസ്റ്റുഡ് നോ? ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ജസ്റ്റ് കോൾ മീ ആൻഡ് ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. ഓക്കെ, അപ്പോൾ ബാക്കി എന്തുണ്ട്? 35 × 15 ഇവിടെ ചെയ്യുക. സോ വാട്ട് ഈസ് 35 × 15? 35 × 15 425 no? 525 no, sorry, 525. So we got the answer as 525. Substitute here 525 minus, now we just see what all the times are remaining. Here denominator only 3 is remaining, and numerator 4 × 22 into 0.05 no? That only remaining. What is 4 × 22? 88. What is 88 into 0.05? 88 into what is 5? 440. So since it is 0.05, 2 decimal point will come from right side to left side. So 4.4 is the answer. So 4.4 divided by 3. പെട്ടെന്ന് കിട്ടുന്നില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 525നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 520 മൈനസ് ഐ എം ഗോയിങ് ടു ഡിവൈഡ് 4.4 divided by 3. ഓക്കെ, വാട്ട് ഈസ് ഇൻ ഓർഡർ ടു ഡിവൈഡ് ദാറ്റ് നിങ്ങൾക്ക് വേണേൽ ചെയ്യാം. അന്ന് ഞാൻ ഉപയോഗിച്ച ഐഡിയ ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. 3ൽ എത്ര 3 ഉണ്ട്? 1. 4ൽ എത്ര 3 ഉണ്ട്? 1. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ ഞാൻ. 3ൽ എത്ര 3 ഉണ്ട്? 1. 4ൽ എത്ര 3 ഉണ്ട്? 1. അതായത് ഈ ഡിനോമിനേറ്റർ കൊണ്ട് കംപ്ലീറ്റ് ഇതിന് ഡിവിസിബിൾ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊള്ളാക്കുന്നില്ല. 3ൽ എത്ര 3? 1. 4ൽ എത്ര 3? 1. റിമൈൻഡർ എത്ര ഉണ്ട്? 1. അപ്പോൾ ഈ പോയിന്റ് കൊണ്ട് എഴുതുക. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ 1ഉം ഈ 4ഉം കൂടെ ചേർന്ന് 14 ആവുമല്ലോ. 14ൽ എത്ര 3 ഉണ്ട്? 4 3s are 12. റിമൈൻഡർ എന്തുണ്ട്? 2. റിമൈൻഡർ എത്ര ഉണ്ട്? 2 അല്ല മക്കളെ? അതെ അല്ലേ. 1 3s are 3. റിമൈൻഡർ 1 ഉണ്ട്. 14ൽ 4 3s are 12. പിന്നെ റിമൈൻഡർ 14ലോട്ട് എത്താൻ 13 14 2 ആണ്. ആ 2ൻ്റെ കൂടെ 0 ചേർത്ത് കഴിഞ്ഞാൽ 6 3 18 എന്നൊക്കെ വരും. അതായത് ഏകദേശം 1.46 ആയിരിക്കും. അപ്പോൾ ഞാൻ 1.46 തന്നെ എഴുതുന്നു പെട്ടെന്ന്. ഓക്കെ, അപ്രോക്സിമേറ്റ് ചെയ്യുന്നു ഞാൻ അങ്ങനെ. ഓക്കെ, പെട്ടെന്ന് നമുക്ക് സമയം ലാഭിക്കണമല്ലോ. വാട്ട് ഈസ് 525 മൈനസ് 1.46? ഇപ്പോൾ ഇവിടെ നമ്മൾ 0 ചേർക്കണം, എന്നാലല്ലേ സബ്ട്രാക്ഷൻ പോസിബിൾ ആവുള്ളൂ. 4 5 3 2 5. So 523.54. So this will be your answer. 523.54 centimeter square is the volume of the amount of wood remains in this stand. Okay. Sorry, I have marked the unit as square. So actually it is, since it is volume, you have to give it as centimeter cube, no? And the actual answer says that 523.553 or something like that. But we got
almost equal answer like textbook. So in bracket you can write approximately. കാരണം ഇവിടെ നമ്മൾ ചെറിയൊരു അപ്രോക്സിമേഷൻ നടത്തി. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, അവിടെ അപ്രോക്സിമേഷൻ നടത്തുന്നതുകൊണ്ട് വലിയൊരു ഡീവിയേഷനും വരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അര മാർക്ക് പോലും പോകില്ല. ആൻഡ് ദിസ് ഈസ് യുവർ ആൻസർ ഫോർ ദ. യു അണ്ടർസ്റ്റുഡ് നോ? യെസ്. ഇനി ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതൊരു മെത്തേഡിലാണ് ചെയ്തത്. ഇനി ഇതിന് വേറൊരു മെത്തേഡും കൂടെ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. So I will not say you have to write this method also in your notebook. Which method you feel comfortable, that method you can write. And ഇവിടെ മുതലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ എത്തിയ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് അത് നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ഇവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നേരത്തെ ചെയ്തത്. അതിന് പകരം വേറൊരു മെത്തേഡിൽ കൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ലെറ്റ് us try. ഇത് സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല. 4/3 into 22/7 into 0.25. Can I write it as 25/100? Is there any problem? 0.25 can I write 25/100? Yes. 14/10 as it is. And ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ഇത് ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ് ടൈം, ഇതിൽ എന്തൊക്കെ കോമൺ ഉണ്ട് നിങ്ങൾ ആലോചിക്കുക. ഇത് ഫസ്റ്റ് ടൈം, സെക്കൻഡ്. പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ടൊന്നും തോന്നാൻ സാധ്യതയില്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, ഈ 35-നെ 7 × 5 എഴുതി കൂടെ. ചുമ്മാ ഇതൊരു മെത്തേഡ് മാത്രമാണ്. നിങ്ങൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 35-ന് ഞാൻ 7 × 5 എഴുതി. Can I write 35 or 7 × 5? Yes. Into 15, can I write 3 × 5? Yes. So second time as it is, 22/7 as it is, then 25/100 as it is, into 14/10 as it is. ഇനി നിങ്ങൾ നോക്കാം, ഇതിലൊരു 5 × 5 25 ഉണ്ടല്ലേ, 25 ഇല്ലേ, ഇതിലും ഇല്ലേ 25. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇത് 5 × 5 25 ഉണ്ട് ഫസ്റ്റ് ടൈമിൽ. ഇതാണ് ഫസ്റ്റ് ടൈം, ദിസ് ഈസ് യുവർ സെക്കൻഡ് ടൈം. എനിവേ 5 × 5 25 is there, and here also 125 is there. So can I take that 25 outside? Yes. പിന്നെ നിങ്ങൾ എന്താ, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 14 ഉണ്ട്. അപ്പോൾ 7-ലും 14-ലും കോമൺ ആയിട്ടുള്ളത് 7 അല്ലേ, അല്ലേടോ? അപ്പം 25-ഉം പിന്നെ എന്തും ഔട്ട്സൈഡ് എടുക്കാം, 7-ഉം ഔട്ട്സൈഡ് എടുക്കാം. ബാക്കി എന്തുണ്ട് ഇതിൽ? 25-ഉം ഔട്ട്സൈഡ് വന്നു, 7-ഉം ഔട്ട്സൈഡ് വന്നു, ബാക്കി 3 ഉള്ളൂ. നോക്കി, ഇനി ബാക്കിയിൽ ഇതിൽ 4/3 നമ്മളൊന്നും അതുപോലെ തന്നെ, ഇവിടെ 22/7 അതുപോലെ തന്നെ. പക്ഷേ ഈ 25 ഇനി എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല, 25 ഔട്ട്സൈഡ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്തടത്ത് അവിടെ എന്ത് എഴുതണം? 1 എഴുതണം. 1/100 ഇൻറ്റു, പിന്നെ ഈ 14-ൽ ഒരു 7 ഔട്ട്സൈഡ് ഉണ്ട്, ബാക്കി എന്തുണ്ടാവും? 2 അല്ലേ. 14-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 അല്ലേ, 2/10. അപ്പോൾ വലിയൊരു മെച്ചമൊന്നും ഇല്ല, എങ്കിലും നമുക്ക് നോക്കാം. 25 × 7 എന്താണ്? 17 അല്ലേ, 175. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് വരും? 3 ഫസ്റ്റ് ടൈം. ഇവിടെ നമ്മൾ ഇത് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാൻസലേഷനൊക്കെ നടത്താം. ഇവിടെ 4 അല്ലേ, ഇത് 2ഉം ഇവിടെ 5 വരും, ക്യാൻസൽ ചെയ്തു. പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ഈ 2ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്യാൻ 50 വരും. 50-ഉം 22ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 25-ഉം ഇവിടെ 11-ഉം വരും. 2 കൊണ്ട് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇത്രയും ഇത്തരത്തിലുള്ള ക്യാൻസലേഷൻ. ബാക്കി എന്തുണ്ട്? 11 × 2 22 ഡിവൈഡ് ബൈ 3 × 7 21 അല്ലേ. അല്ലെങ്കിൽ വാട്ട് ഈസ് 3 × 7 21, 21 × 5, 21 × 5 എന്ന് പറയുമ്പം 105, 105 × 25 ബാക്കി. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇത് മറ്റേതിനൊക്കെ കുറച്ചും കൂടെ ലെങ്ത് ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് എടുക്കണ്ട. ഇത് കുറച്ച് ഞാൻ വേറെ ഒന്ന് ട്രൈ ചെയ്താണ്. അപ്പം നിങ്ങളിത് ഇങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറാകെ ചമ്മീന്നല്ലേ. യെസ്, അങ്ങനെ വിചാരിച്ചോളൂ. അപ്പം ഇതൊരു ട്രൈ ആയിരുന്നു, അത് സക്സസ് ആയില്ല. കാരണം ഇത് കുറേ വലിഞ്ഞ് നീണ്ടി പോകും. അതിനേക്കാളും അത് മറ്റേ എക്സാമ്പിൾ ആയിരുന്നു എന്ന് തോന്നുന്നു. യെസ്, സോ വി ആർ നോട്ട് ഗോയിങ് ടു ഫോളോ ദിസ്. സോ യു ക്യാൻ ഓപ്റ്റ് ദ പ്രീവിയസ് സ്റ്റെപ്പ് ഇറ്റ് സെൽഫ്. ആൻഡ് നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ബെസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ. സോ ഷാൽ വി ഡിസ്കസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? So we are going to discuss 5th question also. By discussing that, we will wind up this session. A vessel is in the form of an inverted cone. What do you mean by inverted cone? Cone തിരിച്ചു വെക്കുക. Okay. A vessel is in the shape of an inverted cone because the cone is always we used to draw cone like this, no? ഇതാണ് കോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കുള്ള കോൺ. അതിന് ഇൻവേർട്ടഡ് കോൺ എന്ന് വെച്ചാൽ തിരിച്ചു വെച്ചാൽ എന്താവും? ഇങ്ങനെയാവും. അത്രയാണ് ഉദ്ദേശിക്കുള്ളൂ. സോ എ വെസൽ ഈസ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇൻവേർട്ടഡ് കോൺ. Its height is 8 cm and the radius of its top, which is open, is 5 cm. Okay, a vessel is in the form of an inverted cone. So let me draw a figure according to each sentence. A vessel is in the form of an inverted cone. ഇങ്ങനെ ഒരു കോൺ തിരിച്ചു വെച്ച രീതിയിലാണ് ഒരു പാത്രമുള്ളത്, വെസൽ. And what is the specialty? Since it is a vessel, upper portion is open, no? Yes.
and its height is given as what? 8 centimeter. Its height is given, see, this is what is height, no? Its height is given as what? Its height is given as 8 centimeter, and the radius of its top, which is open, that means this is the radius. Radius is given as what? Radius is given as 5 centimeter. You may understood, no? So it is a vessel is in the shape of an inverted cone. Its height is given as 8 centimeter, and the radius of its top, which is open, that is given as what? 5 centimeter. It is filled with water up to the brim. എന്ന് വെച്ചാൽ എന്താ? ഇതാണ് ബ്രിം. ഇതാണ് ബ്രിം എന്ന് വെച്ചാൽ വക്ക്, പാത്രത്തിൻ്റെ വക്ക്. അതായത് പാത്രത്തിൻ്റെ വക്ക് വരെ നിറയെ എന്തുണ്ട്? വെള്ളമുണ്ട്. യു മേ അണ്ടർസ്റ്റുഡ് ദ തിങ്സ്, isn't it? ഇതാണ് ബ്രിം, വക്ക് എന്ന് പറഞ്ഞാൽ പാത്രത്തിൻ്റെ. ഈ പാത്രത്തിൻ്റെ വക്ക് വരെ, അതായത് നിറഞ്ഞ് ഫുള്ള് നിറയെ എന്താണ്? നിറയെ ഇറ്റ് ഫുള്ള് കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ അപ് ടു ദ ബ്രിം. ഓക്കെ, അതായത് ഒരു ഉറുമ്പ് വന്ന് ഇതിൻ്റെ ഉള്ളിൽ വീണാൽ തന്നെ വെള്ളം പുറത്ത് പോകും. ആ അവസ്ഥയിലാണ് ഇതിൻ്റെ സ്റ്റേജ് ഉള്ളത്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തൊരു സിറ്റുവേഷനുമായിട്ട് ഈ ക്വസ്റ്റ്യൻ മാച്ചായി വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, വീഡിയോ കണ്ട കുട്ടികൾക്ക്. ഓക്കെ, വെൻ ലെഡ് ഷോട്ട്സ് ഈച്ച് ഓഫ് വിച്ച് ഈസ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 0.5 centimeter ആർ ഡ്രോപ്ഡ് ഇൻ ടു ദ വെസൽ. അതായത് ഇതാണ് ഇപ്പോൾ വെസൽ, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? കുറച്ച് ലെഡ് ഷോട്ട്സ്, അതായത് ലെഡിൻ്റെ ചെറിയ ഇപ്പം ലെഡിൻ്റെ ചെറിയ സ്ഫിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടിയില്ലേ, കോട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. ലെഡ് ഷോട്ട് ഒന്നും വേണ്ട, നമുക്ക് സാധാരണക്കാരാണല്ലോ നമ്മൾ, അതിന് കോട്ടിയാണെന്ന് വിചാരിക്കും. ഇങ്ങനത്തെ കുറച്ച് കോട്ടികൾ ഞാൻ എടുക്കുന്നു. ഒന്നല്ല, കുറച്ച്. അതിങ്ങനെ കുറച്ചാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. സി, വെൻ ലെഡ് ഷോട്ട്സ് എന്നാണ്, അതായത് പ്ലൂറലാണ്, സിംഗുലർ അല്ല. അപ്പോൾ കുറച്ചധികം ഉണ്ടല്ലേ? അപ്പം കുറച്ചധികം എത്രയാണെന്ന് നമുക്ക് അതിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഒരേ സൈസാണെന്ന് നമുക്ക് എന്താണ് ഊഹിക്കാം. കാരണം ലെഡ് ഷോട്ട്സ് എന്ന് പറയുമ്പം എല്ലാത്തിനും ഒരേ സൈസ് തന്നെയായിരിക്കും, 100%. അപ്പോൾ അങ്ങനത്തെ എത്രയോ എണ്ണം എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടുന്നു. ഏതിൻ്റെ ഉള്ളിലോട്ട്? ഈ പാത്രത്തിലോട്ട്. ഒരേ സൈസുള്ള കുറച്ച് സ്ഫിയർ ആകൃതിയിലുള്ള. സോ ഈച്ച് ഓഫ്, സി, വെൻ ലെഡ് ഷോട്ട്സ് ഈച്ച് ഓഫ് വിച്ച് ഈസ് എ സ്ഫിയർ, ഈച്ച് വൺ ഈസ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 0.5 centimeter. ഇറ്റ്സ് റേഡിയസ് ഈസ് ഗിവൺ ആസ് വാട്ട്? 0.5 centimeter. Its radius, this is what is radius, no? So that's its radius is given as what? 0.5 centimeter. And here also one radius is there, so let me mark it as R1, and here one more radius is there, let me mark it as R2. Why? Because this R1 stands for the radius of the cone, and here R2 stands for the radius of the sphere. ഇങ്ങനത്തെ കുറച്ച് കോട്ടികൾ ഞാൻ ഇതിലോട്ട് പെറുക്കിയിടുന്നു. ഈ കോട്ടികളുടെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ലെഡ് ഷോട്ട്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് റേഡിയസ് ഈസ് ഗിവൺ ആസ് 0.5 centimeter, and where I am going to drop this lead shots, I have to drop this lead shots into a vessel. It contains full of water with radius 5 centimeter and height 8 centimeter. ഇതാണ് സിറ്റുവേഷൻ. അപ്പം ഇതിടുമ്പം എന്ത് ചെയ്യും? വെള്ളം അവിടെ തന്നെ നിൽക്കുമോ? വെള്ളം പുറത്ത് വരും. എന്തുകൊണ്ടാണ് വെള്ളം പുറത്ത് വരുന്നത്? നമ്മളന്ന് പറഞ്ഞിരുന്നത് എന്താണ്? ഇതിൽ ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അത്രയും വോളിയം ഓഫ് വാട്ടറാണ്. അവിടെ വരുന്ന കോൺസെപ്റ്റ് എന്താണ്? വോളിയം. ഇതിൽ നിറയെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വോളിയം എത്രയാണോ ഇതിൻ്റെ വോളിയം അത് മൊത്തം ഇതിൽ വെള്ളമുണ്ട് അല്ലേ? ഈ കോൺ വെസലിൻ്റെ വോളിയം എത്രയാണോ അതായിരിക്കും ഇതിലുള്ള വെള്ളം അല്ലേ? കാരണം ഇതിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള വോളിയം അല്ലേ? അപ്പോൾ അതിൻ്റെ ഇത്രയാണോ വോളിയം അതായിരിക്കും വെള്ളം. അപ്പോൾ ഈ ലെഡ് ഷോട്ട്സ് ഇതിൻ്റെ ഉള്ളിൽ ഇടുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്ത് വരാനുള്ള കാരണം എന്താ? ഈ ലെഡ് ഷോട്ട്സിന് ഇതിൻ്റെ ഉള്ളിൽ ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ ഈ ലെഡ് ഷോട്ട്സിന് ഇതിനൊരു വോളിയം ഉണ്ടല്ലോ. ഈ ഇടുന്ന ഓരോ സാധനത്തിനും വോളിയം ഉണ്ട്. അപ്പം എത്രയാണോ ഈ ഇടുന്നതിൻ്റെ വോളിയം അതിനനുസരിച്ച് വെള്ളം പുറത്ത് വന്നെങ്കിൽ മാത്രമാണ് ആ വോളിയത്തിന് ഇതിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ഒബ്വിയസ്ലി വാട്ടർ കെയിം ഔട്ട്. എത്രയാണ് വാട്ടർ കെയിം ഔട്ട്? 1/4 ഓഫ് ദ വാട്ടർ ഫ്ലോസ് ഔട്ട്. 1/4 ഓഫ് ദ വാട്ടർ എന്ന് വെച്ചാൽ എന്താ? 1/4, 1/4, 1/4 ഓഫ് ദ വാട്ടർ കെയിം ഔട്ട് എന്ന് വെച്ചാൽ എന്താ? ഇതിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നോ അതിൻ്റെ 1/4 എന്ത് ചെയ്യുന്നു? പുറത്ത് വരുന്നു. ഇതിൽ നിന്ന് ഇതിങ്ങനെ ഉള്ളിലോട്ട് ചാടുമ്പം ഇതിൽ നിന്ന് ഒബ്വിയസ്ലി വാട്ടർ കെയിം ഔട്ട്. വാട്ടർ ഫ്ലോസ് ഔട്ട് ഓർ വാട്ടർ കെയിം ഔട്ട്. എത്രയാണ് വാട്ടർ കെയിം ഔട്ട് ചെയ്തത്? 1/4 എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? 1/4 ഭാഗം ഇതിൻ്റെ 1/4 എന്ന് വെച്ചാൽ വെറുതെ 1/4 എന്നാണോ? അല്ല, 1/4 ഓഫ് ദ വാട്ടർ കെയിം ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നോ അതിൻ്റെ 1/4 ഭാഗം പുറത്ത് വന്നു. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിലൊരു 20 ലിറ്റർ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ എത്ര വെള്ളം പുറത്ത് വന്നു? 1/4 ഓഫ് ദാറ്റ്, അതായത് 1/4 × 20. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊന്നും ക്യാൻസൽ ചെയ്യാം നമുക്ക്. അപ്പോൾ എത്രയും 1 × 5 ലിറ്റർ.
അപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ 20 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ 1/4 പുറത്ത് വന്ന് എന്ന് പറയുമ്പോൾ 1/4 × 20 പുറത്ത് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന് ഇതിൽ ഒരു 24 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ എത്ര വെള്ളം ഇതിടുമ്പോൾ പുറത്ത് വരുന്നത്? 1/4 ഓഫ് ദാറ്റ്. അതായത് 1/4 × 24 ആണെങ്കിൽ ഇത് ക്യാൻസൽ 6, 1 × 6 ലിറ്റർ ഓഫ് വാട്ടർ കെയിം ഔട്ട്. മൊത്തം 24 ലിറ്റർ വാട്ടറിൽ നിന്ന് ഇത് ഉള്ളിലോട്ട് ഇടുമ്പോൾ എത്ര ലിറ്റർ പുറത്തോട്ട് വരും? 6 ലിറ്റർ പുറത്തോട്ട് വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ വാട്ടർ ഫ്ലോസ് ഔട്ട് വിൽ ബി വാട്ട്? 1/4 ഓഫ് ദ വാട്ടർ ഇൻസൈഡ് ഇറ്റ്. അതായത് 1/4 ഓഫ് വാട്ടർ ഇൻസൈഡ് വേർ ഇൻസൈഡ് ദ കോണിക്കൽ വെസൽ ആണ് പുറത്ത് വന്നത്. യു മേ അണ്ടർസ്റ്റുഡ് ദ തിങ്സ് ഇൻ എ വെരി സീരിയസ് വേ ആൻഡ് യു മേ അണ്ടർസ്റ്റുഡ് നോ ദ സിറ്റുവേഷൻ. യെസ്. സോ ഇതിൽ ഫുള്ള് വാട്ടർ ഉണ്ടായിരുന്നു, ബ്രിമ്മ് വരെ വാട്ടർ ഉണ്ടായിരുന്നു. ഈ സ്ഫിയർ ഉള്ളിലോട്ടിട്ട് അപ്പോൾ വെള്ളം പുറത്ത് വരും. എത്ര വെള്ളം പുറത്ത് വരും? ഇതിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു അതിൻ്റെ 1/4 ഭാഗം പുറത്ത് വന്നു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ എത്ര കോട്ടികളാണ് ഇതിൻ്റെ ഉള്ളിലോട്ടിട്ടത്, അല്ലെങ്കിൽ എത്ര ലെഡ് ഷോട്ട്സ് ആണ് ഇട്ടത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ് യു ഡ്രോപ്ഡ് ഇൻ ദ വെസൽ. എത്ര ലെഡ് ഷോട്ട്സ് ആണ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്തത്? അത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൊത്തം നിറയെ വെള്ളമുണ്ട്, ഇങ്ങനെയുള്ള ലെഡ് ഷോട്ട്സ് ഇടുന്നു. അപ്പം 1/4 ഭാഗം വെള്ളം പുറത്ത് വരണമെങ്കിൽ എത്ര ലെഡ് ഷോട്ട്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇടുക? ഇതിൽ കൂടുതൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Okay, so you may understood the situation. So you can write all the things which is given. Radius and height of the conical vessel is given. Radius of the spherical ball is given. All the things we can write. And what I have to find out? I have to find out what? To find number of what? I have to find what? Number of lead balls or lead shots. So I am going to represent the number of lead shots as. ഇതാണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് എത്ര ഇട്ടു എന്നാണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്, എത്ര ലെഡ് ബോൾസ് ഇട്ടു എന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? അതാണല്ലോ അൺനോൺ, അതാണല്ലോ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് എൻ എന്ന് വിളിക്കുന്നു. ലെറ്റ് എൻ ബി ദ very 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 important question. Please let me, I forgot to tell you, you can mark it as very 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 important. Okay, just like gulab jams question. So to find the number of lead shots and number of lead balls, I understood that is what is unknown here, number of lead balls. So I am going to mention let n be the number of what? Lead balls. ഞാൻ ഇടുന്ന ലെഡ് ബോളുകളുടെ എണ്ണം n ആണ്. n ഒരു പക്ഷേ 6 ആവാം, n ഒരു പക്ഷേ 10 ആവാം, n ഒരു പക്ഷേ 100 ആവാം, n ഒരു പക്ഷേ 200 ലെഡ് ബോൾസും ആവാം. അതിനെ ഞാൻ ജനറലി n എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഇൻ ദിസ് സിറ്റുവേഷൻ നമുക്ക് എന്താണ് ഈ സിറ്റുവേഷൻ നമുക്ക് ആലോചിക്കാൻ പറ്റുക? എത്ര ഭാഗം വെള്ളം പുറത്ത് വന്നത്? 1/4. എന്തുകൊണ്ടാണ് വെള്ളം പുറത്ത് വരുന്നത്? ഈ ലെഡ് ബോൾസ് ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നത് കൊണ്ട്. അതായത് എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ, ഞാൻ ഇടുന്ന ലെഡ് ബോൾസിൻ്റെ എത്രയാണോ ലെഡ് ബോൾസുകളുടെ ടോട്ടൽ വോളിയം, ആ വോളിയം ഓഫ് വാട്ടറാണ് പുറത്തോട്ട് വന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഒന്നും കൂടെ ഞാൻ പറയാം, ഒറ്റ പ്രാവശ്യം കൂടെ. എത്ര ലെഡ് ബോൾസ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. എന്താണേലും എന്തോരം ലെഡ് ബോൾസ് ആണോ ഇടുന്നത്, 1 ആവാം, 2 ആവാം, 3 ആവാം, 10 ആവാം, 100 ആവാം, അതിൻ്റെ എത്രയാണോ ഇടുന്ന ആ മൊത്തം ലെഡ് ബോൾസിൻ്റെ വോളിയം എത്രയാണോ അത് ഇതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പം എത്ര മൊത്തം നമ്മൾ ഇടുന്ന സാധനത്തിൻ്റെ എത്രയാണോ ടോട്ടൽ വോളിയം, ആ വോളിയം ഓഫ് വാട്ടർ അല്ലേ പുറത്ത് വരിക. അതിന് സംശയമുണ്ടോ? ഇല്ല. ഒരു ലെഡ് ബോൾസാണ് മാത്രമാണ് ഇടുന്നതെങ്കിൽ ആ ഒരു ലെഡ് ബോളിന് ഇതിൻ്റെ ഉള്ളിൽ ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ അത്രയും ആ ലെഡ് ബോളിന് ഈക്വൽ ആയിട്ടുള്ള വോളിയം ഓഫ് വാട്ടർ പുറത്തോട്ട് വരണം. ഇനി 2 ലെഡ് ബോളാണ് ഇടുന്നതെങ്കിൽ ആ 2 ലെഡ് ബോളിനും കൂടെ മൊത്തം എത്ര വോളിയം ഉണ്ടോ അത്രയും വോളിയം വെള്ളം പുറത്ത് വന്നാലേ അതിനിവിടെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് എനിക്ക് ഇവിടെ എഴുതാൻ പറ്റുക? പറ. What I can write? Here, according to the question, what I can write? Total, can I write like this? Total volume of lead balls dropped. അതായത് ഉള്ളിലോട്ടിട്ട മൊത്തം ലെഡ് ബോൾസിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിട്ടുള്ള വോളിയമാണ് പുറത്ത് വരുന്നത്. സോ അപ്പോൾ ഇങ്ങനെ എഴുതിക്കോളൂ, ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾ എത്രയാണോ അതിൻ്റെ ഉള്ളിലോട്ടിട്ട്, ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾസ് ഡ്രോപ്ഡ് എന്ന് പറയുമ്പം എത്ര ലെഡ് ബോളാണോ ഉള്ളിലോട്ടിട്ടത് അതിൻ്റെ ടോട്ടൽ വോളിയം എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് വാട്ടർ കെയിം ഔട്ട് എന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ? ഒന്ന് പറയാം, ഒറ്റ പ്രാവശ്യം പറഞ്ഞുതരാം. ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾസ് ഡ്രോപ്ഡ് എന്ന് പറയുമ്പം മൊത്തം അതിൻ്റെ ഉള്ളിലോട്ടിട്ട ലെഡ് ബോളിൻ്റെ വോളിയം എത്രയാണോ അത്രയും വോളിയം ഓഫ് വാട്ടർ എന്തായാലും പുറത്തോട്ട് വരണം. അതപ്പോൾ വോളിയം ഓഫ് വാട്ടർ കെയിം ഔട്ട് എഴുതിക്കൂടെ? അതായത് ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾസ് ഡ്രോപ്ഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലോട്ടിട്ട ലെഡ് ബോൾസിൻ്റെ ടോട്ടൽ വോളിയം എത്രയാണോ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ കെയിം ഔട്ട്, പുറത്ത് വന്ന
വെള്ളത്തിൻ്റെ വോളിയത്തിനോട് ഈക്വൽ ആവണമല്ലോ. അതാണല്ലോ സിറ്റുവേഷൻ. എങ്കിലല്ലേ അതിനുള്ളിൽ ലെഡ് ബോൾ ഇരിക്കുകയുള്ളൂ. എപ്പം എത്രയാണോ ലെഡ് ബോൾ ഇട്ട് അതിൻ്റെ അത്രയും വോളിയം ഓഫ് വെള്ളം പുറത്ത് വന്നെങ്കിൽ ആ ലെഡ് ബോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത് ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾസ് ഡ്രോപ്പ്ഡ്. ഉള്ളിലോട്ടിട്ട ലെഡ് ബോളുകളുടെ മൊത്തം എത്രയാണോ വോളിയം അത്രയും വോളിയം ഓഫ് വാട്ടർ പുറത്തോട്ട് വരണം. അതാണ് ഈക്വൽ ടു. ഇട്ട ഇതിൻ്റെ വോളിയവും പുറത്തോട്ട് വന്ന വെള്ളത്തിൻ്റെ വോളിയം എന്താവണം ഈക്വൽ ആവണം. എങ്കിലേ അതെന്താവണം സ്റ്റേബിൾ ആവുള്ള സിസ്റ്റം. So you may understand the situation. So this is the expression or this is the situation we need to solve out this question. So ഈ സിറ്റുവേഷനെ ആസ്പദമാക്കി ഇനി ഇക്വേഷൻസ് മാത്രം എഴുതുക. എങ്ങനെയാണ് ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾസ് ഡ്രോപ്പ്ഡ് കണ്ടുപിടിക്കുക? ഇനി ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. അതിന് ഓരോന്നിനെയും എക്സ്പ്രഷനാക്കി മാറ്റുക. ഇനി ഇതിനെപ്പറ്റി ചിന്തിക്കുക. ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു ലെഡ് ബോളിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് മൊത്തം എത്ര നമ്പർ ഉണ്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എത്ര നമ്പർ ഉണ്ടെന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്? n നമ്പർ ഓഫ് ലെഡ് ബോൾസ്. അതായത് ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾസ് കാണണമെങ്കിൽ എത്ര ലെഡ് ബോൾസ് ഉണ്ടോ എത്ര ഉണ്ട് n. ഇപ്പോൾ ഉദാഹരണത്തിന് 45 ഗുലാബ് ജാംസ് ഉണ്ടായിരുന്നപ്പം ഒരു ഗുലാബ് ജാമിൻ്റെ വോളിയം അതിലുള്ള ഷുഗർ സിറപ്പിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലേ. അതുപോലെ തന്നെ ഇവിടെ ഒരു ലെഡ് ബോളിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് മൊത്തം എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ. എത്ര എണ്ണം ഉണ്ടെന്ന് എടുത്തേക്കുന്നത് n. അപ്പോൾ n ഇൻറ്റു ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾസ് എങ്ങനെ കിട്ടുക? എത്രയാണോ ലെഡ് ബോൾസിൻ്റെ എണ്ണം അത് ഇൻറ്റു വോളിയം ഓഫ് 1 ലെഡ് ബോൾ കണ്ടുപിടിച്ചാൽ പോരെ. മതി. ഒരു ലെഡ് ബോളിൻ്റെ വോളിയം ഓഫ് ഒരു ലെഡ് ബോളിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾ കിട്ടണമെങ്കിൽ ഒരു ലെഡ് ബോളിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ലെഡ് ബോൾസ് n അല്ലേ. സോ n ഇൻറ്റു വോളിയം ഓഫ് 1 ലെഡ് ബോൾ എന്ന് എഴുതിയാൽ പോരെ. മതി. സീക്വൽ ടു വോളിയം ഓഫ് വാട്ടർ കെയിം ഔട്ട്. എത്ര വെള്ളമാണ് പുറത്ത് വന്നത് നിങ്ങൾ ഈ സാധനങ്ങൾ ഇട്ടപ്പം? 1 വോളിയം ഓഫ് വാട്ടർ കെയിം. ഇപ്പം ഇതിനുള്ള എക്സ്പ്രഷൻ ഞാൻ ഇവിടെ എഴുതി. ഈ ഈക്വൽ ടു അതുപോലെ എഴുതി. ഇനി വേണ്ടത് വോളിയം ഓഫ് വാട്ടർ കെയിം ഔട്ടാണ്. എത്ര വെള്ളം പുറത്ത് വന്നത്? എത്ര വെള്ളം പുറത്ത് വന്നത്? വാട്ടർ ഫ്ലോസ് ഔട്ട് എത്രയാണ്? 1/4 ഓഫ് ദ വാട്ടർ ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തെന്ന് എഴുതാം? 1/4 ആസ് ഇറ്റ് ഈസ്. വാട്ടർ കെയിം ഔട്ടാണ് എനിക്ക് എഴുതേണ്ടത്. വോളിയം ഓഫ് വാട്ടർ കെയിം ഔട്ടാണ് എഴുതേണ്ടത്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1/4. അതായത് 1/4 ഓഫ് സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റു വാട്ടർ ഇൻസൈഡ് കോണിക്കൽ വെസൽ. isn't it? വാട്ടർ ഇൻസൈഡ് കോണിക്കൽ വെസൽ. ഇത്രയും വെള്ളമാണ് പുറത്ത് വന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്നുകൂടെ ഞാൻ പറയുന്നു, ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾസ് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടേക്കുന്ന ലെഡ് ബോൾസിൻ്റെ ടോട്ടൽ വോളിയവും പുറത്തോട്ട് വന്ന വോളിയവും ഈക്വൽ ആകണം. കാരണം എന്തുകൊണ്ടായിരിക്കും എന്ന് ഒന്നുകൂടെ ചിന്തിച്ച് നോക്കി. ഈ ലെഡ് ബോൾസ് മൊത്തം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ മൊത്തം ഇടുന്നതിൻ്റെ വോളിയം എത്രയാണോ അതിനവിടെ ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ അതേ ഈക്വൽ വോളിയം വെള്ളം പുറത്ത് വരണം. അതുകൊണ്ടാണ് ഞാൻ എഴുതിയിരിക്കുന്ന ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾസ് ഡ്രോപ്ഡ് വിൽ ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് വാട്ടർ കെയിം ഔട്ട്. അപ്പോൾ ഇതിനുള്ള എക്സ്പ്രഷൻ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വോളിയം ഓഫ് വാട്ടർ കെയിം ഔട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്ര വെള്ളം പുറത്ത് വന്നത്? 1/4 ഓഫ് ഇൻറ്റു വാട്ടർ ഇൻസൈഡ്. എത്രയാണോ അതിൻ്റെ ഉള്ളിലുള്ള വെസൽ അതിൻ്റെ 1/4 ഭാഗം പുറത്ത് വന്നു. ഇനി n ഇൻറ്റു വോളിയം ഓഫ് ലെഡ് ബോൾ എന്താണ് ഫോർമുല? സിൻസ് ഇറ്റ് ഇസ് ദ ഷേപ്പ് ഓഫ് എ സ്ഫിയർ, ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് വോളിയം ഓഫ് ഈച്ച് ലെഡ് ബോൾ? Formula for calculating volume of the sphere is 4/3 pi r cube. 4/3 pi into r. What is the radius of the lead ball? 0.5. So 0.5 cube. 4/3 pi r cube. n into. Because number of lead balls വേണം. കാരണം എങ്കിലേ ടോട്ടൽ വോളിയം കിട്ടുള്ളൂ. കാരണം ഇവിടെ വേണ്ടത് ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾസ് ആണ്. ദെൻ 1/4 into. വാട്ട് ഈസ് വാട്ടർ ഇൻസൈഡ് കോണിക്കൽ വെസൽ? അതെങ്ങനെ കണ്ടുപിടിക്കുക? 1/4 ഇൻറ്റു ആസ് ഇറ്റ് ഈസ് എഴുതി. ഇനി വാട്ടർ ഇൻസൈഡ് കോണിക്കൽ വെസൽ എന്ന് വെച്ചാൽ കോണിക്കൽ വെസലിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അളവ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ കോണിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ പോരെ. യെസ്, വിച്ച് ഇസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് വോളിയം ഓഫ് കോൺ? ടെൽ മീ. 1/3 pi r square h. Pi into r square. R is nothing but 5. So 5 square into h. H is nothing but 8. Here r and h stands for the radius and the height of the cone. Don't confuse the radius and the radius of the sphere and radius of the cone. Okay, left side the concept is based upon sphere, right side the concept is based upon cone. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. യു മേ അണ്ടർസ്റ്റുഡ് ദ തിങ്സ് ഇൻ എ വെരി പ്രോപ്പർ വേ, ഇസ്ന്റ് ഇറ്റ്? അപ്പം നമ്മളിതെല്ലാം ഇത് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി, 100% മനസ്സിലായി എന്ന് എനിക്ക് വ്യക്തമാണ്. ഇതിലൊരു സംശയം നിങ്ങൾക്ക് തോന്നില്ല. അതിനെ നമ്മൾ എക്സ്പ്രഷനാക്കി മാറ്റി എഴുതിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം തോന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതാൻ കാരണം? ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ബോൾസാണ് വേണ്ടത്. അപ്പോൾ ഒരു ലെഡ് ബോളിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് എന്നുണ്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ. അത്രയാണ് ഇവിടെ ഞാൻ ചെയ്തുള്ളൂ. ഇവിടെ മൊത്തം വെള്ളം പുറത്ത് വന്നു. എത്ര വെള്ളം പുറത്ത് വന്നത്? അത് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. 1/4 ഓഫ് ദ വാട്ടർ ഇൻസൈഡ് ദ കോണിക്കൽ വെസൽ. അപ്പോൾ 1/4 അതുപോലെ എഴുതി ഇൻറ്റു വാട്ടർ ഇൻസൈഡ് ദ കോണിക്കൽ വെസൽ. എങ്ങനെയാണ് കാണും? ആ കോണിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ അതാണ് 1/3 pi r square h. ഇനി നമ്മൾ ഇതിനൊന്ന് സോൾവ് ചെയ്യാം.
So we have to solve this expression, and I already mentioned that how many terms are there in the LHS side? Only one term. This is LHS, only one term, and this is RHS, and here only one term. Why? Because multiplication will bound the terms together. We cannot count the terms separately like 1, 2, 3 because the operation is multiplication. അതുകൊണ്ട് ഇത് ഒറ്റ ടൈമാണ്, ഇതുകൊണ്ട് ഇതൊരു ഒറ്റ ടൈമാണ്. ഇങ്ങനെ ഒറ്റ ടൈമാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ക്യാൻസലേഷൻ ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ പല പ്രാവശ്യം ചെയ്ത മെത്തേഡാണ്, എങ്കിലും ഒരു പ്രാവശ്യം കൂടെ. ഉദാഹരണത്തിന് 2/4 = 1/2 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ. ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്യാൻസലേഷൻ ചെയ്യാം. എങ്ങനെയാണെന്നറിയാം? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എത്ര ടൈം ഉണ്ട്? ഒരൊറ്റ ടൈം. റൈറ്റ് സൈഡിൽ എത്ര ടൈം ഉണ്ട്? ഒറ്റ ടൈം ആണെങ്കിൽ മാത്രം, ഇഫ് ലെഫ്റ്റ് സൈഡ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ടൈം ആൻഡ് റൈറ്റ് സൈഡ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ടൈം, യു ക്യാൻ ക്യാൻസൽ ദ ഡിറക്റ്റ് terms from LHS and RHS. Like you can cancel this. You are not supposed to cancel like this. You are not supposed to cancel like this. LHSലെ ഒരു ടൈമും RHSലെ ഒരു ടൈമും വെച്ചിട്ട് ഇങ്ങനെയും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയും ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇത് 2/4 × 1/2 പോലെ ആണെങ്കിൽ ഇത് ഒരു സൈഡിൽ മാത്രമാണ് രണ്ട് ടൈമെങ്കിൽ ഇങ്ങനെയൊക്കെ ക്യാൻസൽ ചെയ്യും. ഇങ്ങനെ ക്യാൻസൽ ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയോ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇതൊരു ഇക്വാലിറ്റി സൈൻ നടുക്കുണ്ട്. ഇപ്പുറം ഒരു ടൈമും ഉള്ളൂ, ഇപ്പുറം ഒരു ടൈമും ഉള്ളെങ്കിൽ ഇങ്ങനെയും ക്യാൻസലേഷൻ നടക്കില്ല. പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് ക്യാൻസലേഷൻ ചെയ്യാം. അതായത് ഈ 2വിൽ ഈ 4ലും ക്യാൻസൽ ചെയ്യും, 2ഉം 4ഉം ക്യാൻസൽ ചെയ്യും, ഇവിടെ 2 വരും. അങ്ങനെ ക്യാൻസലേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഇക്വാലിറ്റി സൈൻ നടുക്കുണ്ടല്ലോ, LHS സൈഡിൽ ഒരു ടൈം, RHS സൈഡിൽ ഒരു ടൈം. അതുകൊണ്ട് ഡയറക്റ്റ് ക്യാൻസലേഷൻ, അതായത് ഇങ്ങനെ നേരെ ക്യാൻസലേഷൻ ചെയ്യാം. ലൈക്ക് see for example this 3 and this 3 get cancelled. You may understood, no? And this pi and this pi get cancelled. അതായത് ന്യൂമറേറ്റർ ക്യാൻസലുകൾ ചെയ്യാം, ഡിനോമിനേറ്റർ തമ്മിൽ ക്യാൻസൽ ചെയ്യാം. സോ അങ്ങനെ ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും നിങ്ങളൊന്ന് ആലോചിക്കുകയും. ഇത്രയാണ് പെട്ടെന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ തോന്നുന്നത്. പിന്നെ ബാക്കി നമുക്കൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഉദാഹരണത്തിന് എക്സ്പാൻഡ് ചെയ്യുമ്പം n as it is 0.5 cube. 0.5 can I replace by 5/10? Can I replace 0.5 as 5/10? Yes. So 0.5 cube will be what? 5/10 into 5/10 into 5/10. Right side, what will be remaining? 1/4 into this 5 square is nothing but 5 into 5. Can I write 5 square as 5 into 5? Yes. 8 as it is. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്യാം, ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്യാം. ഇത്ര പെട്ടെന്ന് ക്യാൻസലേഷൻ നടന്നു വിചാരിച്ച് നോക്കി പറ്റില്ലേ? പിന്നെ ഇതൊക്കെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ടൈമിൽ ഈ 4ഉം 8ഉം ക്യാൻസൽ ചെയ്തുകൂടെ? ഇതൊരൊറ്റ സൈഡിലുള്ള ടൈമാണ്, അതുകൊണ്ട് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാമല്ലോ. 4ഉം 8ഉം ക്യാൻസൽ ചെയ്യുന്നത് ഒരു 2. ശ്രദ്ധിക്കണേ, തെറ്റ് വരുത്തരുത്. അപ്പോൾ ബാക്കി എന്തുണ്ട്? n × 5 × 10 will be equal to what? 2, no? You may understood, no? ഇവിടെ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഈ 4 സോറി, ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലായി പൈയും ക്യാൻസൽ ചെയ്ത്, സംശയമൊന്നുമില്ല. 3ഉം ക്യാൻസൽ ചെയ്ത്. ക്യാൻസലേഷൻ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ശ്രദ്ധ വേണം. എന്നെപ്പോലെ ശ്രദ്ധയില്ലാത്തവനൊക്കെ ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഈ 4ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലെഫ്റ്റ് സൈഡും RHS സൈഡും ക്യാൻസൽ ചെയ്യുമ്പം നേരെ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത്രയും ക്യാൻസൽ ചെയ്ത് ബാക്കി അത്രയും ക്യാൻസലേഷനൊക്കെ ശരിയാണ്. ബാക്കി എന്തൊക്കെയുണ്ടോ ഒന്ന് എഴുതി നോക്കാം. ലെഫ്റ്റ് സൈഡിൽ n ഉണ്ട്, ഒരു 4 ഉണ്ട്, അത് മറന്നു. പിന്നെ 0.5 ക്യൂബിന് 0.5നെ ഞാൻ ഈ 5 റൈറ്റ് ഇറ്റ് ആസ് 5/10. So 0.5 cube will be 5/10 into 5/10 into 5/10, no? And what is there in the right side? Right side എന്തൊക്കെയുണ്ട്? 1/4 is there in the right side. Then 5 square is there in the right side, and into 8 also there in the right side, no? Okay. You may understood, no? And now we just see this ഈ 5ഉം ഈ 5 സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. കാരണം റൈറ്റ് സൈഡിൽ 5 സ്ക്വയർ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ 5 × 5 എന്ന് വെച്ചാൽ 5 സ്ക്വയർ ആണല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 5 സ്ക്വയറും റൈറ്റ് സൈഡിൽ 5 സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ഇനി നിങ്ങൾ നോക്കുക, ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ 4ഉം 8ഉം ക്യാൻസൽ ചെയ്ത് എന്ത് വരും? ഇവിടെ 2 വരും. കാരണം ഇതൊരു സൈഡിലാകുമ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാമല്ലോ, പറ്റും. 2 വരും. ബാക്കി എന്തുണ്ട്? n × 4 × റൈറ്റ് സൈഡിൽ 5, മുകളിൽ തന്നെ ഒരു 5 ഉണ്ട്, ഡിവൈഡ് ബൈ 10 × 10 × 10. 10 × 10 × 10 മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോഴേ മനസ്സിലാവുള്ളൂ. n × 4 as it is, ഈ 5 as it is, then 10 × 10 × 10 as it is. റൈറ്റ് സൈഡിൽ എന്തുണ്ട്? ഒരു 2 മാത്രമേ ഉള്ളൂ. You may understood. Okay. And now we just see you can cancel this 2 into how many? 2, 1, then this 4, 2. അങ്ങനെ ഡയറക്റ്റ് ക്യാൻസലേഷൻ ചെയ്തു. ബാക്കി നിങ്ങൾ നോക്കി, ഈ 2ഉം ഇവിടുത്തെ 10ഉം ഇങ്ങനെ ക്യാൻസൽ ചെയ്താലോ. അപ്പോൾ 5 വന്നു. ഈ 5ഉം ക്യാൻസൽ ചെയ്തില്ലേ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എന്ത് വന്നു? n / 10 × 10, 100 is equal to 1. Then what will be n? Take this 100 to right side, so it become 1. When you take this 100 to right side, it become 1 into 100. So this will be 100, and required answer is
there exists 100 or the number of lead balls which you dropped is equal to 100 lead balls you used to drop. And this is the method. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസലേഷൻ ഞാൻ പറഞ്ഞുതരാം. ചില കുട്ടികൾക്ക് ക്യാൻസലേഷൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഞാൻ മൊബൈൽ കുറച്ച് ലോങ് ഷോട്ടിൽ വെക്കുകയാണ് ഒറ്റയടിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ n into 4/3 as it is, then pi as it is, then 0.5 cube. 0.5 can I write 5/10, so 0.5 cube will be 5/10 into 5/10 into 5/10. Then right side 1/4, then 1/3, then pi as it is. This 5 square can I write 5 into 5, പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 8. പിന്നെ നോക്കി ഈ റൈറ്റ് സൈഡിലെ 5 into 5ഉം ഈ ലെഫ്റ്റ് സൈഡിലെ 5 into 5ഉം ക്യാൻസൽ ചെയ്തു. ലെഫ്റ്റ് സൈഡിലെ പൈയും റൈറ്റ് സൈഡിലെ പൈയും ക്യാൻസൽ ചെയ്തു. ഇവിടുത്തെ 3ഉം ഇവിടുത്തെ 3ഉം ക്യാൻസൽ ചെയ്തു. ഇനി നിങ്ങൾക്ക് ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? പിന്നെ ഈ 4ഉം ഈ 8ഉം ക്യാൻസൽ ചെയ്ത് 2. ഇത് ഒരു സൈഡിലാകുമ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. 2 വന്നു. ബാക്കി എന്തുണ്ട് ലെഫ്റ്റ് സൈഡിൽ? n into 4 into ഒരു 5 ബാക്കിയുണ്ട്. ഡിനോമിനേറ്ററിൽ 10 into 10 into 10 ഉണ്ട്. 10 into 10 into 10 ഉണ്ട്. റൈറ്റ് സൈഡിൽ ആകെപ്പാട് ഇനി എന്താ ഉള്ളത്? ഒരു 2 ഉള്ളത്. ആ 2ഉം ഈ 4ഉം ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. 2. ഈ 2ഉം ഈ 10ഉം കൂടെ ക്യാൻസൽ 5. ഈ 5ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി n ഡിവൈഡ് ബൈ 10 into 10 100 ഈസ് ഈക്വൽ ടു 1 വരും. സോ അല്ലേ 10 into 10 100 ആണല്ലോ. സോ n ഈസ് ഈക്വൽ ടു 1 into 100 ഈസ് നത്തിങ് ബട്ട് 100. സോ ദിസ് ഈസ് വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. See, so this is it, and you may understood. And let me tell you, I forgot to mention that first this question is very important. So I can say that this question is important as just like third question. So you have to practice this question well, because എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പുള്ള കഴിഞ്ഞ 2 ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസിൽ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ലെഡ് ബോർഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ ആ ഫസ്റ്റ് ദിവസം ഞാൻ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ യു മേ അണ്ടർസ്റ്റുഡ്, ആൻഡ് യു മേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ 2 ക്വസ്റ്റ്യൻ വി ഹാവ് യൂസ് 45 minutes. എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. നിങ്ങൾ ചില കുട്ടികൾ വിചാരിക്കും സാറി ചെറിയ 2 ക്വസ്റ്റ്യൻ ഇത്രയും സമയം എന്തിനും വിചാരിക്കുന്നത് വിചാരിച്ചോട്ടെ. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ചേഞ്ച് മൈ സ്റ്റൈൽ. And so please practice well. If you have any doubt, just call me. If you have any doubt with the cancellation and all, just call me and clarify your doubts. And thanks for joining with me. Stay safe. Bye bye.